ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു യെസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള അമ്മയുടെ മത്തിക്കറിയും നല്ല ചക്ക വേവിച്ചതുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അമ്മ രാവിലെ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മത്തിക്കൊക്കെ ഇപ്പം എന്താ വിലയല്ലേ. മത്തി കാത്തിരുന്ന് മേടിച്ച മത്തിയാണ്. അപ്പം പനിഞ്ഞിലൊക്കെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ പാചകം ചക്ക വേവിച്ചതും മത്തിക്കറിയും ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി ആദ്യം ചക്കച്ചുളയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതൊരു പാത്രത്തിലെടുക്കുക. പിന്നീട് അതിന് വേണ്ടതായ ആവശ്യങ്ങൾ പിന്നെ ഒരു 10 ചുള ഉള്ളി, ഒരു ചെറിയ ചുള വെളുത്തുള്ളിയുടെ ഒരു അത് 10 അതും കാണും 10 അള്ളി, 3-4 കാന്താരി, പിന്നെ ചെറുജീരകം ഒരു ചെറിയ സ്പൂൺ ചെറുജീരകം, ഇവയെല്ലാം കൂടെ നമ്മൾ ചതച്ചൊരുമിച്ചെടുക്കുക. ആവശ്യമായ സാധനങ്ങളൊക്കെ ചതച്ചെടുത്തു. ചക്ക ഇനി 5-6 ചക്കക്കുരു ഇതിനകത്ത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ചക്കക്കുരു വേകാൻ മഴക്കാലം ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം 5-6 ചക്കക്കുരു അരിഞ്ഞ് ഇതിനകത്ത് വേവിച്ചിട്ടിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ചക്കച്ചുള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, കാന്താരി ഇവയും ചേർത്ത് 1 കപ്പ് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച്, പിന്നെ ചക്കക്കുരു വേവിച്ചതിൻ്റെ വെള്ളമാണ്. ചക്കക്കുരു വേവിച്ചതിൻ്റെ വെള്ളമാണ്. പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കും. ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിനി അടച്ചു വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ചക്കയ്ക്ക് ആവി വന്നു കഴിയുമ്പം നമ്മളൊന്ന് ഇളക്കിയിടുന്നത് നല്ലതാണ്. വെന്തിട്ടില്ല, അപ്പോൾ ഒന്നും കൂടെ നമ്മൾ തീ കുറച്ച് ചെറുതീ വേവിക്കണം. ഒന്നും കൂടെ മൂടിയിട്ട് അപ്പം ചക്ക പാകത്തിന് വെന്തു. അതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പീര ചിരവിയത് ആവശ്യത്തിന് ഒരു ചെറിയ മുട്ട തേങ്ങ വേണ്ടി വരും. ചക്കയ്ക്ക് നന്നായിട്ട് തേങ്ങ ചേർക്കുന്നത് രുചി കൂടാൻ നല്ലതാണ്. അത് ചേർത്ത് മിക്സ് ചെയ്ത് കപ്പയ്ക്ക് ഇച്ചിരി കടുക് താളിച്ച്, കപ്പയും പോട്ടെ, ചക്കയ്ക്ക് തെറ്റിപ്പോയി, കടുക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ശകലം കടുക് ചേർക്കുക. 2 പച്ചമുളക്, 2 പച്ചമുളക്, ഒരു ഉള്ളി കഷ്ണം, ശകലം കറിവേപ്പില. ഇത് അതിനകത്ത് ആ കുട കൂട്ടിപ്പോൾ അതിനകത്ത് ചേർത്ത് മൂപ്പിച്ച് മുളക് മൂത്ത മണം വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചക്കയ്ക്കകത്തേക്ക് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മീൻ. അപ്പം നമ്മൾ മത്തി വെട്ടി വൃത്തിയാക്കി ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു 20 മത്തിയോളം ഉണ്ട്. നല്ലതായിട്ട് പലിഞ്ഞീനും ഉണ്ടായിരുന്നു. അതിവിടെ എല്ലാവർക്കും ചക്ക വേവിച്ചതിൻ്റെ കൂടെ മീൻ ചാറാണ് ഇഷ്ടം. അതുകൊണ്ട് മീനിന്ന് മുളകരച്ച് ചാറ് വെക്കാമെന്ന് തീരുമാനിച്ചിരിക്കുക. മത്തിക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്ത് ചതയ്ക്കുക. ഉള്ളി ഒരു 8 അല്ലി ഉള്ളി, വെളുത്തുള്ളി അത്ര തന്നെ എടുത്ത് ചതച്ച് ഒരുമിച്ചാക്കി കുറച്ച് കറിവേപ്പിലയും അതിനകത്ത് ചേർത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണിന് ഒരു 2.5 സ്പൂൺ എണ്ണ ഒഴിച്ച്, ചിലവർക്ക് ഒത്തിരി എണ്ണ ഇഷ്ടമായിരിക്കും. അതൊക്കെ എണ്ണയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലേക്ക് കടുക്, ഉലുവ,
ആദ്യം എണ്ണ മൂത്ത് കഴിയുമ്പം അതിലേക്കൊരു ശകലം ഉലുവയിട്ട്, ഒരു കിള്ള ഉലുവ മതി. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മളത് ശകലം 1/4 ടീസ്പൂൺ കടുക് ചേർത്ത്, അതും പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 8 ചുള ഉള്ളി, അത്രയും തന്നെ ചുള വെളുത്തുള്ളി ചതച്ചത്, ശകലം കരിയാപ്പിലയും കൂടെ ചേർത്ത് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. എണ്ണ പോരെന്ന് തോന്നി ശകലം കൂടെ നമുക്ക് വഴന്ന് വരുമ്പോൾ അറിയാം എണ്ണ മതിയോ ഇല്ലയെന്ന്. ശകലം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി, സാദാ മുളകും കാശ്മീരിയും കൂടെ ഒരുമിച്ച് ചേർത്ത് പൊടിച്ച മുളക് പൊടി, അതൊരു 1 ക്യൂബ്, 1.5 ക്യൂബ് ചേർക്കുക. ഒരു ലേശം മല്ലിപ്പൊടിയും കൂടി ഇവിടെ ചേർക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് എരിവ് അധികം പാടില്ല. അതുകൊണ്ട് നമ്മളൊരു ലേശം മല്ലിപ്പൊടി, ചാറിന്, ചക്കയ്ക്ക് ചാറ് വേണ്ടതുകൊണ്ട് ചാറിന് കൊഴുപ്പും വേണം, ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഇത് ഒന്ന് കാണുമ്പോൾ ഓഫ് ചെയ്യുക. ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്തേക്ക്. അതിലേക്ക് നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് നമ്മളൊരു 4 ചുള പുളി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ പുളി ഇറങ്ങി കഴിയുന്ന ആ വെള്ളം ചേർക്കുക. 1-2 കഷ്ണം പുളിയും ചേർത്ത്, ചെറിയ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഉപ്പ് ചേർക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. ഇതിന് നമ്മൾ ഇച്ചിരി കൂടെ വെള്ളം ചേർക്കുമായിരിക്കത്തില്ലേ? വെള്ളം ചേർക്കും. ഉപ്പും പുളിയും കണക്കാണോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കുഴപ്പമില്ല, ശകലം കൂടെ ഉപ്പ് ചേർക്കാം. ഇനി അത് ഗ്യാസിലോട്ട് വെച്ചൊന്ന് തിളച്ചിട്ട് മീനകത്ത് ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ മീൻ കറിക്കകത്തോട്ട് ഒഴിക്കും. മീനകത്തേക്ക് ചേർക്കുകയാണ്. വെള്ളം കുറച്ചും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ശകലം കരിയാപ്പിലയും കൂടെ വേണമെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ മേളിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ചാറായി വെന്ത് കുറുകി പാകമാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക. മീൻകറി റെഡി ആയിട്ടുണ്ട്. ചക്കയും റെഡി. അപ്പം അമ്മയുടെ പ്രിയതമന് ചക്കയും മീൻകറിയുമായി ഒരു താലത്തിലെടുത്തുകൊണ്ട് പോവുകയാണ്. പപ്പയുടെ അഭിപ്രായമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പം പപ്പയ്ക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ചക്കയും മീൻ കറിയും കൂടെ കേട്ടോ. അപ്പം പപ്പയുടെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല ഉഗ്രൻ സാധനം, ചക്കയും മത്തിക്കറി നല്ല ടേസ്റ്റാ.